ബൈജു, ആക്ഷൻ പ്ലാൻ ഇന്നത്തെ ഏറെക്കുറെ വ്യക്തമാവുകയാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും ഇന്നലത്തേന് സമാനമായി റഡാർ ഈ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് പുഴയുടെ മുകളിലൂടെയുള്ള ആ പരിശോധന അത് തുടരും, ഐബോർഡ് പരിശോധന അല്ലേ? തീർച്ചയായും അതാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. പരിശോധന കൂടുതൽ നടത്താൻ, അതായത് മനുഷ്യ സാന്നിധ്യം ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാനം. അതിനുള്ള ഒരു ആ രീതിയിലുള്ള ഒരു അന്വേഷണമാണ്, തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ ഡ്രോൺ ഇത്തരത്തിൽ ഈ നേരത്തെ കണ്ടെത്തിയ അർജുന്റെ ട്രക്കിന്റെ ആ ഭാഗത്തൊക്കെ പരിശോധന നടത്തും. എന്തായാലും ഈ മുങ്ങൽ വിദഗ്ധർക്ക് ഏതെങ്കിലും തരത്തിൽ ഇതിന്റെ അടിഭാഗത്ത് ക്യാബിനിലേക്ക് എത്താൻ കഴിയുമോ എന്നതും പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഈ വേഗത, അടിയൊഴുക്ക് ശക്തി കുറയാതെ അത് സാധ്യമല്ലാതെ ഇനി എത്രത്തോളം ഇപ്പോൾ അടിയൊഴുക്കൊണ്ട് അനുകൂലമാകുമോ എന്നതൊക്കെ അറിയാനുണ്ട്. പക്ഷേ കാലാവസ്ഥ ഇപ്പോൾ വളരെ അനുകൂലമായിരിക്കുന്നു. മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം. ഏതായാലും ഓറഞ്ച് അലർട്ടാണ് ഈ ഉത്തര കന്നഡ ജില്ലയിൽ പ്രഖ്യാപിച്ചതെങ്കിലും നിലവിൽ മഴ മാറിയിട്ടുണ്ട്. വലിയ തോതിലുള്ള ഒരു മഴ വന്നിട്ടില്ല. രാവിലെ നേരിയ തോതിലുള്ള മഴ മാത്രമാണ് ഉണ്ടായത്. അതുകൊണ്ട് അത് ഒരു അനുകൂല ഘടകം തന്നെയാണ്. അപ്പോൾ ഈ ഡ്രോൺ ഉയർത്താൻ കാലാവസ്ഥ അനുകൂലമെന്ന് നമുക്ക് ഇപ്പോൾ പറയാം. പക്ഷേ അതേസമയം തന്നെ മുങ്ങൽ വിദഗ്ധർക്ക് എത്രത്തോളമാണ് ഈ സാധ്യത എന്നത് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. വേഗത, അടിയൊഴുക്കിന്റെ വേഗത കുറയുന്നുണ്ടോ എന്നറിയണം. ഏതായാലും പകുതിയിലധികം അത്രത്തോളം ശക്തി നമുക്ക് ഇറങ്ങാൻ സാധിക്കുന്നതിലും അത്രത്തോളം ശക്തി ഇതിൽ അർജുന്റെ ബന്ധു തന്നെ പറഞ്ഞത് അർജുന് വേണ്ടി മറ്റൊരു ജീവൻ അത്തരത്തിൽ പോകാനിടയാകരുത്. അത് തന്നെയാണ് അവർ പറയുന്നത്. അത് തന്നെയാണ് രക്ഷാ ദൗത്യ സംഘത്തിന് മുന്നിലുള്ള വെല്ലുവിളിയും. ഏതെങ്കിലും തരത്തിൽ ഒരു അപകടം ഇത്തരത്തിൽ രക്ഷാ ദൗത്യ സംഘങ്ങൾക്കുണ്ടാകുമോ എന്നൊരു ആശങ്കയുണ്ട്. അതുകൊണ്ട് വളരെ പ്രതികൂലമായ ഒരു സാഹചര്യമാണ് ഈ നദിയുടെ അടിയൊഴുക്ക് എന്നത്. പക്ഷേ ഡ്രോൺ പറത്താനുള്ള നല്ല കാലാവസ്ഥയുടെ ഒരു മണിക്കൂർ ഇത്തരത്തിൽ ഇതേ കാലാവസ്ഥ നിൽക്കുകയാണെങ്കിൽ ഏകദേശം ആ മനുഷ്യ സാന്നിധ്യത്തിനെ കുറിച്ച് കൂടുതൽ ഈ ഡ്രോൺ കണ്ടെത്തും. അങ്ങനെയാണെങ്കിൽ അർജുൻ ഈ ക്യാബിനകത്തുണ്ടോ എന്നത് വരും മണിക്കൂറുകളിൽ നമുക്ക് കണ്ടെത്താനാകുമോ, അതിനുവേണ്ടിയുള്ളൊരു കാത്തിരിപ്പാണ്. ബൈജു, അതായത് ഇന്നത്തെ ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് അത് തന്നെയായിരിക്കും. ഈ ഐബോർഡ് പരിശോധന അവിടെ തുടരും. മറിച്ച് ഈ നദിയിലെ കുത്തൊഴുക്ക് കുറഞ്ഞാൽ മാത്രമേ അവിടേക്ക് ഇറങ്ങി പരിശോധന സാധ്യമാവുള്ളൂ. എന്തായാലും ഇന്ന് ഈ ലൊക്കേഷൻ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധന തുടരും. അത് തന്നെയാണ് തീരുമാനം അല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ ഈ അടിയൊഴുക്ക് കുറഞ്ഞാൽ മാത്രമേ ഇത്തരത്തിൽ ക്യാബിനകത്ത് പോയുള്ള ഒരു പരിശോധന നടക്കൂ. കാരണം ഇന്നലെയൊക്കെ വലിയ തോതിലൊരു ശ്രമം നടന്നിരുന്നു. പക്ഷേ വലിയ തോതിലുള്ള അടിയൊഴുക്ക് അവസാനം തിരിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. 5 മണിയോടുകൂടി അത്തരത്തിലുള്ള മുങ്ങൽ വിദഗ്ധരൊക്കെ പിന്മാറുന്ന ഒരു കാഴ്ചയാണ്. കാരണം അത് സാധ്യമല്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 നോട്ടിക്കാണ് പരമാവധി വേഗത ഇത്തരത്തിൽ മുങ്ങൽ വിദഗ്ധർക്ക് ഈ അടിത്തട്ടിലൊക്കെ ഉള്ളത്. പക്ഷെ അത് 7 നോട്ടിക്കാവുമ്പോൾ എത്രത്തോളം അതിന്റെ ഒഴുക്ക്. യെസ്, അതാണ് ബൈജു സൂചിപ്പിച്ചത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇന്നത്തെ പരിശോധനയ്ക്ക് വേണ്ടി വീണ്ടും ദൗത്യസംഘം സജ്ജമാവുന്നു എന്നതാണ്. അങ്ങനെയെങ്കിൽ വേഗത്തിൽ ആ പരിശോധനയിലേക്ക് കടക്കും. ഐബോർഡ് പരിശോധന തന്നെയാണ് നടക്കുന്നത്. ഇന്നലെ രാത്രി നടത്തിയ മാപ്പിങ്ങിൽ കൂടുതൽ സിഗ്നലുകൾ ലഭിച്ച ഇടത്ത് ഇന്ന് വീണ്ടും അതിൻ്റെ കൃത്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധനയാണ് നടക്കുന്നത്. ഒരുപക്ഷെ ഈ ദൗത്യം സാധ്യമാക്കുന്നത് അത്തരമൊരു സാധ്യത മാത്രമാണ് ഇപ്പോൾ. കാരണം ഇറങ്ങിയുള്ള പരിശോധന അസാധ്യമായ സാഹചര്യം. ബൈജു തുടരുന്നുണ്ട്. ബൈജു, ഒരു കാര്യം കൂടി, നമ്മൾ ഈ ശരവണന്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിച്ചു. ഇത് ഇന്നലെയാണ് ഇതിന്റെ സ്ഥിരീകരണം ഉണ്ടാവുന്നത്. ബൈജു, ഇപ്പോൾ അവിടെ ലഭ്യമാവുന്ന ദൃശ്യം അത് തത്സമയ ദൃശ്യമാണോ? അവിടെ MLA അടക്കമുള്ളവർ അവിടെ ഉണ്ട്. എന്താണ് അവിടെ ഇന്നത്തെ ഒരു ദൗത്യ സംഘത്തിന്റെ മുന്നോട്ട് പോക്കും അതിന്റെ ഒരുക്കങ്ങളുമാണോ നടക്കുന്നത്? തീർച്ചയായും അതെ TJ. അതായത് ഈ ഡ്രോൺ ഉയർത്തിക്കൊണ്ടുള്ള പരിശോധന അതിപ്പോൾ ആരംഭിക്കുകയാണ്. മനുഷ്യ സാന്നിധ്യം കണ്ടെത്തുക എന്നത് തന്നെയാണ്. കൂടുതൽ എന്തെങ്കിലും ചിത്രങ്ങൾ നമുക്ക് അത്തരത്തിലുള്ള തെളിവുകൾ ഉണ്ടോ എന്നത്, അർജുനെ കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ടോ എന്നതാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഒപ്പം JCB ഉപയോഗിച്ച് ബൂം മെഷീനൊക്കെ ഉപയോഗിച്ച് മണ്ണ് നീക്കുന്ന പ്രവൃത്തിയും ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. എല്ലാ ഒരുക്കങ്ങളും ഉണ്ട്. പക്ഷേ നമുക്ക് വേണ്ടത് ഏറ്റവും ഈ അടിത്തട്ടിലെത്തി ഈ ക്യാബിൻ പരിശോധിക്കുകയാണ് വേണ്ടത്. യെസ്.